ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഇന്നലെ 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടു യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം. ആ ദൈവത്വമാണ് പിതാവായ ദൈവത്തെയും ദൈവികമായ പദ്ധതിയെയും പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തിയത്. അതുവരെ ഭാഗമായും വിവിധമായും പഴയ നിയമകാലത്ത് അറിയിച്ചതായ സത്യം പൂർണ്ണതയിൽ വെളിപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ ആ വലിയ ദൈവത്വം അതായിരുന്നു 1-ാം അധ്യായത്തിൽ കൂടുതലും പറയുന്നതെങ്കിൽ 2-ാം അധ്യായത്തിൽ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. അതെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരത നമുക്ക് ആവശ്യമാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, പഴയ നിയമത്തിൽ ഭാഗികമായി വെളിപ്പെട്ടത് പുതിയ നിയമത്തിൽ പൂർണ്ണതയിൽ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടു. എന്നാൽ വെളിപ്പെട്ടെങ്കിലും ചില വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ചില കൽപ്പനകൾ ചെറുതാണ്, അതിന് പ്രാധാന്യമുള്ളതല്ല എന്ന് കരുതുന്നു. ഇവിടെ ചോദ്യം യേശുവിൻ്റെ കൽപ്പന ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല, പ്രത്യുത ആ കൽപ്പന നൽകിയ ആളിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വിശ്വാസം അകലുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിനെ നമ്മൾ അവഗണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തിലേക്ക് ക്രമവും സ്ഥിരവുമായൊരു അഭിവൃദ്ധി നമുക്ക് ആവശ്യമാണ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2-1 പറഞ്ഞ്, ഇത്ര വലിയ രക്ഷയെ നമ്മൾ അവഗണിച്ചാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നാണ് ഈ ലേഖനകർത്താവ് ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള സുപ്രധാന വ്യത്യാസം ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരം നൽകി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7:53 ഗലാത്യർ 3:19 ഇതിൻ്റെ സൂചനയുണ്ട്. ആ കാലത്ത് ആ പഴയ നിയമ ന്യായപ്രമാണം ലംഘിച്ചവർക്ക് ശിക്ഷ കിട്ടിയെങ്കിൽ മാലാഖമാരുടെ നാഥനായ കർത്താവ് പ്രഖ്യാപിച്ചതും തന്നിൽ നിന്ന് കേട്ടതും താൻ ഫലമേൽപ്പിച്ചതുമായ ജീവനെ സംബന്ധിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ അവഗണിച്ചാൽ എങ്ങനെ ശിക്ഷിക്കപ്പെടാതിരിക്കും എന്നാണ് പൗലോസ്ലീഹ ഇവിടെ ചോദിക്കുന്നത്. കാരണം അത് അത്ഭുതങ്ങളാലും പരിശുദ്ധാത്മദാനങ്ങളാലും സത്യമെന്ന ദൈവം സാക്ഷ്യം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്കൊരിക്കലും അവഗണിക്കാൻ പാടുകയില്ല. അതിനെ നമ്മൾ അവഗണിച്ചാൽ നമുക്ക് തീർച്ചയായും അതിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു. സങ്കീർത്തനം 8:4 ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. മനുഷ്യനെ നീ ഓർക്കേണ്ടത് അവൻ എന്ത്, മനുഷ്യപുത്രന്മാരെ കുറിച്ച് ചിന്തിക്കേണ്ടവൻ എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു, സകലവും അവന് കാൽക്കീഴിലാക്കി കൊടുത്തിരിക്കുന്നു. ഇത് പ്രഥമമായി യേശുക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെ ഒരു രാജാവായിരിക്കേണ്ട മനുഷ്യൻ ഇന്ന് മാലാഖമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തപ്പെട്ടത് പാപമുഖാന്തരം താഴ്ത്തപ്പെട്ടവനായ മനുഷ്യനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. യേശു അല്പസമയത്തേക്ക് ദൂതന്മാരേക്കാൾ അവൻ താഴ്ത്തപ്പെട്ടു.
എന്നാൽ ഇന്ന് സകലവും തൻ്റെ കാൽക്കീഴാക്കിയ മഹത്വവും മാനവും അണിഞ്ഞവനായി ദൈവത്തെ യേശുവിനെ നാം കാണുന്നു. യേശുവിന് ആ ഒരു ശ്രേഷ്ഠത ലഭിച്ചെങ്കിൽ അവൻ കർത്താവ് നമ്മുടെ മൂത്ത സഹോദരനായി കാണുക. നമ്മളൊക്കെ അതിൽ ഇളയ സഹോദരന്മാരുമാണ്. അപ്പം കർത്താവിന് യേശുവിന് ലഭിച്ചത് നമുക്ക് നൽകുവാൻ പിതാവായ ദൈവം സന്നദ്ധനാണ്. അപ്പം ഇവിടെ നമ്മൾ കാരണം യേശു എന്തിന് താഴ്ത്തപ്പെട്ടു? മരണത്തെ സ്വീകരിക്കാനാണ്. ദൂതന്മാരെക്കാൾ താഴ്ത്തപ്പെട്ടത് അതിനുവേണ്ടിയാണ്. കാരണം ദൂതന്മാർക്ക് മരണമില്ല. മനുഷ്യൻ പാപമുഖാന്തരം മരിച്ചെങ്കിൽ ആ മരണം അനുഭവിച്ചാണ് ദൈവം അവനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ദൂതന്മാരെക്കാൾ അവൻ താഴ്ത്തപ്പെട്ടത് ഈ മരണം സ്വീകരിക്കാൻ വേണ്ടിയാണ്. ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് മരണമുണ്ടായിരുന്നില്ല. അവനും ദൂതന്മാരെക്കാൾ ഒട്ടും താഴെയായിരുന്നില്ല. എന്നാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതു മുതൽ ആദം ദൂതന്മാരെക്കാൾ താഴ്ന്ന നിലയിലാവുകയും മരണത്തിന് വിധേയപ്പെടുകയും ചെയ്തു. ഇന്ന് യേശു ആ മരണത്തെ തൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ കീഴ്പ്പെടുത്തി ദൂതന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തി എല്ലാം തൻ്റെ കാൽ കീഴിലാക്കി. നാം യേശുക്രിസ്തുവുമായുള്ള ആ വലിയ ബന്ധത്തിലായിത്തീരുമ്പോൾ നമ്മൾ മരണം അനുഭവിക്കേണ്ടതുകൊണ്ട് ഇപ്പോൾ ദൂതന്മാരെക്കാൾ താഴെയാണെങ്കിലും പുനരുദ്ധാനത്തിൽ നാം അവരെക്കാൾ ഉന്നതമായ പദവിയിലെത്തും. അപ്പം അത് അങ്ങനെ പ്രവർത്തിക്കാൻ യേശുക്രിസ്തുവിന് ദൈവകൃപ ആവശ്യമായിരുന്നെങ്കിൽ നമുക്കും ദൈവകൃപ ആവശ്യമാണ്. ഇനി 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെയും അതുമൂലമുണ്ടായ രക്ഷയെക്കുറിച്ചാണ്. ഒന്നാമത് പറയുന്ന ദൂതന്മാരുടെ സാദൃശ്യമല്ല, അബ്രാഹാമിൻ്റെ സന്തതിയുടെ സാദൃശ്യം എടുത്ത് അവൻ മനുഷ്യനായി. രണ്ടാമത് മരണത്തിൻ്റെ അധിപനായ സാത്താനെ തൻ്റെ മരണത്താൽ താൻ നശിപ്പിച്ചു. 3 സാത്താൻ്റെ അടിമകളെ താൻ മോചിപ്പിച്ചു. സാത്താൻ്റെ അടിമയായി പോരുന്ന മനുഷ്യവർഗത്തെ താൻ മോചിപ്പിച്ചു. എന്നിട്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ വേണ്ടി അങ്ങനെ താഴ്ന്നിട്ട് ഇപ്പോൾ ആ ദൈവത്താൽ ഉയർത്തപ്പെട്ട് പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നു. അപ്പോൾ താൻ പരീക്ഷയും പീഡയും അനുഭവിച്ചവനാകയാൽ അവനിൽ നിന്നുള്ള സഹായം പീഡിതർക്കും ഇന്ന് ലഭിക്കും. കാരണം മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളിലൂടെയും കർത്താവ് കടന്നുപോയി. അവൻ്റെ എല്ലാ അവസ്ഥകളിലൂടെയും നമ്മുടെ കർത്താവ് കടന്നുപോയിട്ട് അതിനെ താൻ അതിജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ആ വലിയ രക്ഷാകര പ്രവർത്തനങ്ങൾ, മനുഷ്യനായി തീർന്നതിന് ശേഷമുള്ള ആ രക്ഷാകര പ്രവർത്തനങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് മരണത്തിൻ്റെ അധികാരം സാത്താൻ്റെ കൈവശമായിരുന്നതായി നാം ഇവിടെ കാണുന്നു. ആദാമിൻ്റെ പാപം മുതൽ പഴയ നിയമകാലത്തുടനീളവും മരണത്തിൻ്റെ താക്കോൽ സാത്താൻ്റെ കയ്യിലായിരുന്നു. ആദം അത് സാത്താന് നൽകി, കാരണം അവൻ പാപം ചെയ്തതോടുകൂടി. യേശു തൻ്റെ മരണത്തിലൂടെ ആ താക്കോൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അതാണ് വെളിപ്പാട് പുസ്തകം 1:18 പറയുന്നില്ലേ, മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ കർത്താവ് വാതിൽ തുറക്കാതെ നമുക്കാർക്കും പിന്നെ മരണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. യേശു മരണത്തെ കീഴടക്കുകയും മരണത്തിൻ്റെ താക്കോൽ കൈവശമാക്കുകയും ചെയ്തു. അപ്പം മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടാണ് മരണത്തിൻ്റെ അധികാരം പിശാചിൻ്റെ കൈകളിലായിപ്പോയത്. മനുഷ്യൻ തന്നെ അത് പിശാചിനെ ഏൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ മരണത്തിൻ്റെ ഭയത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യവർഗത്തെ മുഴുവൻ മോചിപ്പിക്കുവാൻ യേശു ആഗ്രഹിക്കുകയും അവൻ മനുഷ്യാവതാരം ചെയ്യുകയും ആ മരണത്തെ അതിജീവിക്കുകയും ചെയ്തു. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ
ആ മനുഷ്യാവതാരത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശ്രേഷ്ഠത, അതിലൂടെ എന്താണ് അവൻ നമുക്ക് നേടിത്തന്നത് എന്ന വലിയ ആശയമാണ് ഈ 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ നൽകുന്നത്. എബ്രായരെ ഉദ്ദേശിച്ചെഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ ദൈവം എന്തിനു മനുഷ്യനായി, ദൈവം എങ്ങനെ മനുഷ്യനാകും എന്ന അവരുടെ സംശയങ്ങൾക്ക് ചോദ്യത്തിനുള്ള വലിയ മറുപടി പൗലോസ്ലീഹ ഇവിടെ നൽകുകയാണ്. അപ്പോൾ നമ്മളും ഇത് വ്യക്തമായി നമുക്ക് പട്ടിയടിക്കുന്നതെല്ലാം വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുക പ്രയാസമാണെന്നറിയാം. അനേക പ്രാവശ്യം നമ്മളിത് ആവർത്തിച്ച് വായിക്കുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളെ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച ആ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ നമ്മൾ സ്മരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ആ ദൈവത്തിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് പിശാചിനെ അതിജീവിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്കിടയാകണം. നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അതിന് നമ്മെ സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.